മീഡിയ എപ്പോഴും നല്ല സിനിമകളെ പ്രൊമോട്ട് ചെയ്യണം. നല്ലൊരു സിനിമയാണ്, മാക്സിമം പ്രൊമോട്ട് ചെയ്യണം. നിങ്ങൾ ഒരു ബുള്ളറ്റിനോടുള്ള സ്നേഹിക്കുന്ന ഒരാളുടെ ജീവിതമാണ്. അങ്ങനെ ഒരുപാട് പേര് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പ്രയാഗമായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പ്രയാഗയും ധ്യാൻ എന്നിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ധ്യാനെ കണ്ടൊരു പഴയ മോഡലിനെ പോലെ ഓർമ്മ വന്നു, 80കളിലെ പോലെ. ഒരു റൊമാൻസ് ഉണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, കോമഡി ഉണ്ട്. അൽത്താഫ് എന്ന കോമഡി ഉണ്ട്. പ്രദീപ് കോട്ടയുടെ വൺ ഓഫ് ലാസ്റ്റ് മൂവിയാണ്. പിന്നെ രഞ്ജി പണിക്കർ, സുധീർ കർമ്മണ, വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. നിസാർ ശരംഗ, വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. എല്ലാം കൊണ്ട് നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാവുന്ന മൂവിയാണ്. മാക്സിമം ആൾക്കാർ തിയേറ്ററിൽ പോയി കാണണം. OTT തന്നെ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇറക്കിയ ടൈമിങ്ങിൻ്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നു. നല്ലൊരു മൂവിയാണ്. നല്ല മൂവി എപ്പോഴും ഓടണം എന്നാണ് എൻ്റെ അഭിപ്രായം. നല്ല പടമാണ്. ഒരു ഫീൽ ഗുഡ് പടമാണ്. മെയിനായിട്ട് ഈ പടത്തിൻ്റെ പേര് പോലെ തന്നെ ആ ബുള്ളറ്റിന് ഭയങ്കര ഒരു ഇമോഷണൽ ടച്ച് ഭയങ്കരമായിട്ടുണ്ട്. ഈ ബൈക്കേഴ്സ്, അതായത് ബുള്ളറ്റിനായിട്ട് ഭയങ്കരമായിട്ട് ഇമോഷണലി അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു പടമാണ്. അങ്ങനെ ഒരു പടം ഗംഭീരമായിട്ടുണ്ട്, രസമായിട്ടുണ്ട്. ചെറിയ പടമാണ്, പക്ഷെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പടം. സമാധാനമായിട്ടിരുന്ന് കാണാം. ഫീൽ ഗുഡ്, കൊള്ളാം, രസമുണ്ട്. ഇമോഷണലി നന്നായിട്ട് പലതരത്തിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ സംഭവങ്ങളുണ്ട് പടത്തിൽ. രസമായിട്ടുണ്ട് പടം, കൊള്ളാം. അത്ര സുഖമൊന്നുമില്ല പടം. സാധാരണ ധ്യാൻ ശ്രീനിവാസൻ്റെ പടം ഇറങ്ങുമല്ലോ, അതുപോലെയൊക്കെ തന്നെ ചുമ്മാ ഒരു പടം ഇങ്ങനെ ഇറക്കി വിടുന്നു. ചുമ്മാ വേറെ പണിയൊന്നുമില്ല, AC കൊള്ളാറാണ് കയറി ഇരുന്ന് കാണാം. പ്രത്യേകിച്ച് ഒന്നുമില്ല ഇതിൽ. ബുള്ളറ്റ് ഡയറീസ് ഞാൻ വിചാരിച്ചുകൊണ്ട് ട്രിപ്പൊക്കെ അടിക്കുന്ന പടം എന്ന് വിചാരിച്ചത്. പക്ഷേ ഇതൊരുമാതിരി സിനിമ ഒരു ആവറേജേ ഉള്ളൂ. കോമഡി എന്ന് പറയാൻ പറ്റത്തൊന്നുമില്ല. നമ്മൾ ഒരു തട്ടിക്കൂട്ട് സിനിമ എന്നൊക്കെ പറയൂലേ, അത്ര. ബുള്ളറ്റ് സിനിമ, അതായത് പേര് പോലെ തന്നെ ഏതൊരു ബുള്ളറ്റ് പ്രേമിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടം. ബുള്ളറ്റ് പ്രേമി എന്ന് ആവണമെന്നില്ല, അത് ബൈക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക്, അത് ബൈക്ക് സ്വന്തം ജീവനെ പോലെ കരുതുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പടമാണ്. ബുള്ളറ്റ് ഡയറീസ് 2023 ധ്യാൻ ചേട്ടൻ്റെ ഒരു ഹിറ്റ് എന്ന് തന്നെ പറയാം. ഒരു സാധാരണക്കാർക്ക് കാണാൻ പറ്റുന്ന സിനിമയാണ് ധ്യാൻ ചേട്ടൻ ചെയ്യുന്നത്. കാരണം ഫൈറ്റിന് വേണ്ടി കുത്തിക്കയറ്റി ഫൈറ്റ് ജവാനൊന്നും പോലെ ചെയ്യാറില്ല. പക്ഷേ ഇതൊരു സ്വസ്ഥമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കുടുംബ ബന്ധങ്ങളുടെ കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ്. ബുള്ളറ്റിനെ സ്നേഹിക്കുന്നവർക്ക് ധൈര്യമായിട്ടും കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം വികാസങ്ങളാണ് ബുള്ളറ്റ് ഡയറീസിലുള്ളത്. പിന്നെ ഇതിലെടുത്ത് പറയേണ്ടത് നമ്മുടെ ജോണി ആൻ്റണി ചേട്ടനൊക്കെ ഒരു ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് നടത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രയാഗ മാർട്ടിൻ ഡാൻസ് പാർട്ടിക്ക് ശേഷം പ്രയാഗ മാർട്ടിൻ ആറാട്ടിക്ക് എന്ന് തന്നെ പറയാം. പ്രയാഗ മാർട്ടിൻ അപ്പോൾ ശക്തമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പ്രയാഗ. അപ്പോൾ റേറ്റിംഗ് ഒരു 5ൽ 4 കൊടുക്കാം.